പക്ഷേ ഏതൊരു വിഷയം വരുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് നിങ്ങളോട് പറഞ്ഞിട്ട് എല്ലാം ചെയ്യണമെന്ന്. ഈ ഒരു സംഭവത്തിൽ അദാനിയോട് അതൃപ്തി അറിയിക്കുന്ന ഒരു വാർത്താക്കുറിപ്പല്ലാതെ പൊതുസമക്ഷത്ത് പറഞ്ഞു കണ്ടില്ല. അല്ല, അതൃപ്തി അറിയിച്ചു എന്ന് മനോഹരെ പുതിയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യം മാത്രമാണ്, കളവാണ്. യഥാർത്ഥത്തിൽ അതൃപ്തിയല്ല അറിയിക്കേണ്ടത്. 25% കൂടുതൽ ഷെയർ വിൽക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള കരാർ നിലനിൽക്കുമ്പോൾ കേന്ദ്രത്തിൽ സെബിയുടെ മുമ്പിൽ 29-ാം തീയതി ഈ അദാനി ഗ്രൂപ്പും അതുപോലെ തന്നെ MSC കമ്പനിയും ധാരണയിൽ ഒപ്പിട്ടതിന് ശേഷം നേരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിലേക്ക് സെബിയിലേക്ക് 30-ാം തീയതി കത്തവർ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കോപ്പി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത കാര്യമാണ്. എന്നിട്ട് അറിഞ്ഞില്ല എന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അറിഞ്ഞില്ല എങ്കിൽ ചെയ്യേണ്ടത് 25% അപ്പുറത്ത് 1% ഞങ്ങൾ കൈമാറാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കണം. ഷെയർ കൈമാറാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഈ ഒരു പ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ചെയ്യട്ടെ. ഈ അദാനി ഗ്രൂപ്പ് തുറമുഖ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന അപ്പീൽ ഓഹരി കൈമാറിയിട്ടില്ല, പകരം സംസ്ഥാന സർക്കാർ ഓഹരി കൈമാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു സാങ്കേതികല്ലേ. ഓഹരി ഇപ്പം പെട്ടെന്ന് തന്നെ അങ്ങനെ കൈമാറുക. അതിനെന്തെല്ലാം കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ടില്ലേ കേന്ദ്ര ഗവൺമെൻറ് കൂടി അംഗീകാരം വേണ്ടേ, സിബിയുടെ അംഗീകാരം വേണ്ടേ, സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരം വേണ്ടേ? ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴതിൻ്റെ മുമ്പിലേക്ക് അവർ പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ഈ 13,000 കോടി രൂപയുടെ വാർത്ത പുറത്തു വരികയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത് എന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2497 കോടി രൂപ ചിലവാക്കിയിട്ട് 13,000 കോടി അതിൻ്റെ ഏതാണ്ട് 49% ഷെയർ വിറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വളരെ ഗൗരവമുള്ള പ്രശ്നം. മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു കമ്പനിയുടേത് മാത്രമായിട്ട് മാറ്റാൻ പാടില്ല. മറ്റ് വിവിധ കമ്പനികൾക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഒരു തുറമുഖമായിട്ട് നല്ല രീതിയിൽ മത്സരാധിഷ്ഠിതമായിട്ട് കമ്പനി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം. അതിന് തടസ്സമാകുന്നതാണ് ഈ കുത്തകവൽക്കരണം. ഈ കുത്തകവൽക്കരണത്തെ ഒരു തരത്തിലും കേരളം അംഗീകരിക്കുന്നതല്ല. കരാറിൽ പറയുന്നത് പോലെ 25% മാത്രം ഓഹരി അത് വിൽപ്പന നടത്തുന്നതിനോട് CPM-ന് അഭിപ്രായമുണ്ടോ? അല്ല, 25% ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ലല്ലോ. നിങ്ങളെന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത്? അല്ല, ആ ഓഹരിക്ക് അപ്പുറം വെക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സമ്മതം വേണമെന്നാണ്. അതാ കരാറ്. ഇല്ല, നമുക്കങ്ങനെ നിലപാടില്ല. നിങ്ങൾ ഏതായത് അല്ല, ജാഗ്രത എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, യഥാർത്ഥത്തിൽ ഓഹരിയെല്ലാം വിൽക്കേണ്ടി വരും ചിലപ്പോഴും. പക്ഷേ അത് ഇന്ന് വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഇന്നിപ്പോഴും നമ്മൾ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ലോകത്തിലെ ഏറ്റവും നന്നായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഒരു താവളം അതാണ് ഈ വിഴിഞ്ഞം സീപോർട്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് MSC കമ്പനി ഈ രീതിയിലുള്ളൊരു കാര്യത്തിലേക്ക് വന്നത്. ഇനി ഒരു ബാക്കി കൂടി വാങ്ങിയാൽ എന്തായിരിക്കും സംഭവം? അവരുടെ കയ്യിലേക്ക് പോകും. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് മാറും. അത് മാറുന്നത് നമുക്ക് ഗുണമല്ല, കേരളത്തിന് ഗുണമല്ല. അതിൻ്റെ വൈവിധ്യം നിലനിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. അതാണ് കാര്യം. അല്ല, പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ശരി. തെറ്റാണെന്ന് പിന്നെ തിരുത്തിയല്ലോ. പിന്നെ ജാഗ്രത വേണം. പിന്നെ ജാഗ്രത വേണ്ട നേരം പറഞ്ഞിട്ടുണ്ടോ? നല്ല ജാഗ്രത വേണം. പോരെ. BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് വളരെ കറക്റ്റാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രകടന പത്രിക UDF നടപ്പിലാക്കുകയാണ്. UDF ഞങ്ങളുടെ പ്രകടന പത്രികയാണ് നടപ്പിലാക്കുന്നത് എന്ന് BJP പറഞ്ഞിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ മാത്രമേ വിഴിഞ്ഞത്തിന് കൂടുതൽ അവസരങ്ങളും അതോടൊപ്പം തന്നെ ഡെവലപ്മെന്റ്സും ഉണ്ടാവുന്നതാണ്. അതൊക്കെ ഉണ്ടാക്കാനുള്ള വളരെ സംവിധാനം വേറെ ഉണ്ടല്ലോ. നമ്മൾ ഈ കുത്തകൾക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മുമ്പേ പറഞ്ഞാണത്. പക്ഷേ അതിനിടയിൽ ഉമ്മൻചാണ്ടിയാണ് ഇവരുമായിട്ട് കരാറുണ്ടാക്കിയത്. ആ കരാറുണ്ടാക്കിയത് ഞങ്ങൾ അന്ന് തീർത്തിയാണ്. പക്ഷേ നമ്മൾ ഗവൺമെൻറ് വന്നപ്പോൾ ഈ പരിപാടി നടക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ മുമ്പോട്ടേക്ക് പോയത്. അതാ കാര്യം.